السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. بسم الله الرحمن الرحيم. قل جاء الحق وزهق الباطل إن الباطل كان زهوقا. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികൾ, എൻ്റെ ക്ലാസ്സുകൾ സശ്രദ്ധം കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കൾ, നമ്മുടെ ഇന്നത്തെ വിഷയം വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട വിഷയമാണ്. എങ്ങനെയാണ് ഒരു സത്യവിശ്വാസി, ഒരു മുസ്ലിം കമ്മ്യൂണിസ്റ്റായി മാറുന്നത്? അല്ലെങ്കിൽ ഒരു മുസ്ലിമിന് കമ്മ്യൂണിസ്റ്റ് ആവാൻ സാധിക്കുമോ? നിഷ്പക്ഷമായി നമ്മൾ ചിന്തിക്കുക. ഒരു മുസ്ലിമിന് കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം അംഗീകരിച്ച് ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ് മുസ്ലിമാണെന്ന് പറയാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല. ലോകത്ത് ഒരു ഇസ്ലാമിക പണ്ഡിതനും, ഒരു ഫത്വ കൗൺസിലും, ഒരു ഷെയ്ഖും ഒരു മുസ്ലിമിന് കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടില്ല. പറ്റില്ല എന്ന് തന്നെ പറഞ്ഞു. എന്തുകൊണ്ട്? കമ്മ്യൂണിസം എന്ന് പറയുന്നത് അത് അൽ ഫിക്ർ അൽ മാദിയ അൽ ഇൽഹാദിയ, ദൈവനിഷേധം, അള്ളാഹു നിഷേധിക്കുന്ന, മതത്തിന് നിഷേധിക്കുന്ന പ്രസ്ഥാനമാണ്. ഇത് സാധാരണഗതിയിൽ പറയുന്നതല്ല. അവരുടെ എഴുതപ്പെട്ട എല്ലാ പുസ്തകങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ബന്ധപ്പെട്ട് നമുക്കറിയാം. ദാസ് ക്യാപിറ്റൽ ആയിക്കോട്ടെ, അതുപോലെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആയിക്കോട്ടെ, ദി ABCD ഓഫ് കമ്മ്യൂണിസം ആയിക്കോട്ടെ, അവർ എഴുതപ്പെട്ട പല പുസ്തകങ്ങൾ, 40ഓളം പുസ്തകങ്ങളുണ്ട്. അതിൽ 30ഓളം കമ്മ്യൂണിസ്റ്റ് ആശയത്തെപ്പറ്റി എഴുതിയ പുസ്തകമാണ്. അതിൽ കമ്മ്യൂണിസം ഉണ്ട്, മാർക്സിസം ഉണ്ട്, ലെനിസം ഉണ്ട്, മാവോയിസം ഉണ്ട്. അവർക്കെതിരായി എഴുതപ്പെട്ട പുസ്തകങ്ങളുമുണ്ട്. ദ ബ്ലാക്ക് സൈഡ് ഓഫ് കമ്മ്യൂണിസം, അല്ലെങ്കിൽ ദ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. ദ ബ്ലാക്ക് ബുക്ക് ഓഫ് കമ്മ്യൂണിസം, ഇറ്റ്സ് ക്രൈംസ്, ഇറ്റ്സ് കില്ലിംഗ് ആൻഡ് ഇറ്റ്സ് റിപ്രഷൻ. അതിൻ്റെ അടിച്ചമർത്തലും കൊലയും അതുപോലെ തന്നെ മനുഷ്യരെ കൊല്ലുന്ന ആ പ്രക്രിയ ലോകത്ത് നടപ്പിലാക്കിയ ഒരു പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. അവർ ഏത് പുസ്തകം വായിക്കുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഒരു സനാതന മൂല്യമോ ധർമാധർമ്മമോ അല്ലെങ്കിൽ ദൈവവിശ്വാസമോ മതമോ ഒന്നും ചർച്ചയില്ല. അതൊക്കെ എതിരാണ് അവർ. അത് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ മാത്രമല്ല, ലോകത്ത് എവിടെയുണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയം അവരൊക്കെ പറയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ, ഇപ്പോൾ EMS നമ്പൂതിരിപ്പാട്, അല്ലെങ്കിൽ അച്യുതാനന്ദൻ, അല്ലെങ്കിൽ കോടിയേരി ബാലകൃഷ്ണൻ, അവരൊക്കെ പ്രഭാഷണങ്ങളും അവരുടെ എഴുത്തുകളും അവരുടെ പുസ്തകങ്ങൾക്ക് വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അവർ തുറന്ന് പറയുന്നുണ്ട്, ഒരു കമ്മ്യൂണിസ്റ്റുകാരന് ഒരു മതബോധമുള്ള വ്യക്തിയാൻ സാധിക്കില്ല. മതബോധമുള്ള വ്യക്തിയെ കമ്മ്യൂണിസ്റ്റിലേക്ക് വരാം, പക്ഷേ കമ്മ്യൂണിസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവൻ്റെ ആ മതപരമായ കാഴ്ചപ്പാട് ഒഴിവാക്കണം. ഒരു അച്ചായനോ അല്ലെങ്കിൽ ഒരു ഉസ്താദോ കമ്മ്യൂണിസ്റ്റ് പാട് സ്വീകരിച്ചാൽ പിന്നെ അവൻ ക്രമേണ അഥീസ്റ്റായിട്ട് മാറണം. ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ്, അവരുടെ മൊത്തത്തിൽ അവർ കേവലം ഭൗതികവാദികളാണ്, ദൈവനിഷേധികളാണ്, അള്ളാഹു നിഷേധിക്കുന്നവരാണ്, ഇൽഹാദിയ. അത് നമ്മൾ അറബി പണ്ഡിതന്മാർക്ക് പറയും അശ്ശുയൂഇയ്യ, ഡയലക്റ്റിക്കീയ, ഡയലക്റ്റിക്കൽ കമ്മ്യൂണിസം, ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. അവ ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യത്വ വിരുദ്ധമായ, ധാർമ്മിക വിരുദ്ധമായ, മനുഷ്യഹത്യക്ക് കൂട്ടുനിന്ന നേതാക്കന്മാരാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ. ഇപ്പോൾ എത്യോപ്യയിലായിക്കോട്ടെ, സോവിയറ്റ് യൂണിയനിലായിക്കോട്ടെ, എവിടേക്ക് അവർ ചൈനയിലായിക്കോട്ടെ നടത്തിയ ആ മനുഷ്യഹത്യ, അത് വായിക്കേണ്ട പുസ്തകങ്ങൾ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നമ്മൾ വായിക്കാറില്ല. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കമ്മ്യൂണിസത്തിലേക്ക് എങ്ങനെയാണ് സത്യവിശ്വാസികളെ നമ്മൾ വശീകരിക്കപ്പെടുന്നത്? പ്രധാന കാരണം അറിവില്ലായ്മയാണ്. ഏറ്റവും വലിയ നമ്മുടെ നോളജ്, നമ്മുടെ പവർ എന്താണ്? അറിവാണ്, ഇൽമാണ്, അറിവില്ലായ്മയാണ്. സാധാരണക്കാരായ മുസ്ലിം സംബന്ധിച്ചിടത്തോളം അവർ പാരമ്പര്യ മുസ്ലിങ്ങളാണ്. അവർക്ക് അതിനെപ്പറ്റി രാഷ്ട്രീയപരമായ ബോധമുണ്ടാവില്ല. കേവലം ഒരു കക്ഷി രാഷ്ട്രീയം എന്ന നിലക്കോ അല്ലെങ്കിൽ വോട്ട് കൊടുക്കാൻ വേണ്ടി ഏതെങ്കിലും മറ്റു രാഷ്ട്രീയ പാർട്ടിയോട് വിരോധമുണ്ടാകുമ്പോൾ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ്, അങ്ങനെ കമ്മ്യൂണിസ്റ്റ് അവസാനം കമ്മ്യൂണിസ്റ്റിൻ്റെ പ്രവർത്തകരായി മാറുകയാണ്. അവരുടെ സ്റ്റാറ്റസിൽ കമ്മ്യൂണിസം ശരിക്കും അവർ പഠിപ്പിക്കുന്നുണ്ട്. സ്റ്റാറ്റസ് വെക്കാൻ ഞാൻ കമ്മ്യൂണിസ്റ്റാണ്. ഇങ്ങനെ ഒരു മുസ്ലിം കമ്മ്യൂണിസ്റ്റ് ആകാൻ പറ്റില്ല. ഒരു ഉസ്താദും അതിന് അംഗീകരിക്കില്ല. നമ്മൾ അറിവില്ലായ്മ. രണ്ടാമത്തത് നമ്മുടെ ഛിദ്രതയാണ്, നമ്മുടെ
അനൈക്യമാണ്. അനൈക്യത്തെ ചൂഷണം ചെയ്യുകയാണ് ഇവർ. കാരണം കമ്മ്യൂണിസം അവരുടെ അജണ്ട എന്താണ്? ആൻറ്റി സോഷ്യലിസം അല്ലെങ്കിൽ ആൻറ്റി ഇംപീരിയലിസം. ലോകത്തുള്ള എന്താണ് ഇംപീരിയലിസ്റ്റ് എതിരായിട്ട്, സാമ്രാജ്യത്വവാദത്തിനെതിരായിട്ട്, അല്ലെങ്കിൽ മുതലാളിത്ത വ്യവസ്ഥയ്ക്കെതിരായിട്ട്, അല്ലെങ്കിൽ ചൂഷണത്തിനെതിരായിട്ട്, അല്ലെങ്കിൽ ബൂർഷായിസത്തിന് എതിരായിട്ട്, അല്ലെങ്കിൽ മുതലാളിമാരുടെ ചൂഷണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല നല്ല ആശയങ്ങൾ കൊണ്ടുവരും. എന്നിട്ട് അവസാനം മതചൂഷണം, മതത്തിന് ചൂഷണമുണ്ട്. മതമെന്ന് പറഞ്ഞാൽ അതെന്താണ്? മനുഷ്യനെ മയക്കുന്നൊരു കറുപ്പാൻ. ഇറ്റ്സ് ഓപ്പിയം. അത് മനുഷ്യരുണ്ടാക്കിയ മതത്തിലെ ബൂർഷകൾ. ആരാണ് ബൂർഷകന്മാർ? അവർ കാഴ്ചപ്പാടിൽ പ്രവാചകന്മാർ ബൂർഷായിസം നടപ്പിലാക്കിയവരാണ് അവരുടെ കാഴ്ചപ്പാടിൽ. അതുപോലെ തന്നെ മതത്തിൻ്റെ ആചാര്യന്മാർ, പണ്ഡിതന്മാർ, മതസ്ഥാപനങ്ങൾക്ക് എന്താണ് അവരുടെ കാഴ്ചപ്പാട്? ബൂർഷായിസമാണ്. ലോകത്ത് പ്രശ്നം അവരുടെ കാഴ്ചപ്പാട് രണ്ടേ ഉള്ളൂ. ഒന്ന് എന്താണ്? വർഗസംഘടനം, തൊഴിലാളി, മുതലാളി. എങ്ങനെയും ഈ മുതലാളിമാരില്ലാണ്ടാക്കുക. അവിടെ സമത്വം, അതാണ് കമ്മ്യൂണിസം ഉദ്ദേശിക്കുന്നത്. അതൊരിക്കലും നടപ്പിലാക്കാൻ സാധിക്കുമില്ല. ഏറ്റവും കൂടുതൽ ടോട്ടലിറ്റേറിയൻ, ഏറ്റവും കൂടുതൽ ലോകത്ത് അടിച്ചമർത്തുന്ന, മനുഷ്യരെ ചൂഷണം ചെയ്യുന്ന വിഭാഗമാണ് കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണ് ചെന്നപ്പെട്ടു പോകുന്നത്. ഒന്ന്, അറിവില്ലായ്മ. രണ്ട്, ശരിക്കും നമുക്കില്ലാതെ പോയ പൊളിറ്റിക്കൽ ലിറ്ററസി, രാഷ്ട്രീയപരമായ സാക്ഷരത. മൂന്ന്, നമ്മുടെ അനൈക്യം. നാല്, അവരുടെ എന്താണ് വശീകരണത്തിൽ നമ്മൾ പെട്ടുപോയാണ്. അവർ കാപ്പിട്ടത്തിൽ നമ്മൾ പെട്ടുപോയാണ്. അവർ നമ്മളെ പറ്റിക്കുകയാണ്. ദർ എക്സ്പ്ലോയിറ്റിംഗ് അസ്. അങ്ങനെ നമ്മൾക്ക് രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ സാമൂഹികപരമായിട്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മുടെ ചില നല്ല കാര്യങ്ങളൊക്കെ വാഗ്ദാനം ചെയ്യും. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആയിക്കോളി. എന്നിട്ട് സ്വാഭാവികമായിട്ടും മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരോട് വെറുപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാനസികാവസ്ഥ. നമുക്കറിയാം, ഇന്ത്യയെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ രാഷ്ട്രീയ പാർട്ടിക്കാർ അതിൽ ആരും മതമുക്തരല്ല, മതവിരോധികളല്ല, മറിച്ച് മതേതര കാഴ്ചപ്പാടുകാരാണ്. രാഷ്ട്രീയക്കാർ മതേതര കാഴ്ചപ്പാടുകാരാണ്. BJP അവർ മതമുള്ളവരാണ്, പക്ഷേ അവർ ഹിന്ദുത്വം എന്ന ഒരു പ്രത്യേക അജണ്ട അവരിലുണ്ട്. അതും പ്രശ്നമാണ്, കമ്മ്യൂണിസവും പ്രശ്നമാണ്. പക്ഷേ മതേതര പാർട്ടി ഉണ്ടല്ലോ, ഇന്ത്യയിൽ നമ്മൾ ജീവിക്കുമ്പോൾ മതേതരത്വം സ്വീകരിക്കേണ്ടവരാണ്. മതേതരം എന്താണ്? ഇന്ത്യയുടെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട്. ആ അർത്ഥത്തിൽ ഇഷ്ടംപോലെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം മതേതര രാഷ്ട്രീയ പാർട്ടിയിൽ നമുക്ക് പ്രവർത്തിക്കാൻ കുഴപ്പമില്ല. അവരെല്ലാ മതങ്ങൾക്കും തുല്യമായിട്ട് അവർ പരിഗണിക്കുന്നുണ്ട്. അവർ മതവിരോധികളല്ല, ദൈവവിരോധികളല്ല, സനാതന മൂല്യങ്ങൾ എതിർക്കുന്നവരല്ല, ധർമാധർമ്മങ്ങൾ എതിർക്കുന്നവരല്ല. കമ്മ്യൂണിസ്റ്റ് അങ്ങനെ വല്ല അജണ്ടയുണ്ടോ? ഇല്ല. അവർക്ക് എന്താണ്? ശരിക്കും മതങ്ങളെ എതിർക്കണം, മതങ്ങളെ എതിർക്കൽ അവരുടെ പ്രധാന അജണ്ടയാണ് എന്ന് അവരുടെ പുസ്തകത്തിൽ തുറന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ നല്ല ചിന്ത, നമ്മുടെ ബലഹീനത അവർ ചൂഷണം ചെയ്യുകയാണ്, നമ്മുടെ അനൈക്യം ചൂഷണം ചെയ്യുകയാണ്. അതുകൊണ്ട് സത്യവിശ്വാസം ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് ആകാൻ സാധിക്കില്ല. അറിവില്ലായ്മ കൊണ്ട്, അല്ലെങ്കിൽ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പേരിലോ മറ്റു നമ്മൾ പെട്ടുപോവുകയാണ്. ഏറ്റവും ചുരുങ്ങിയത് ചിലപ്പോൾ വോട്ടിടാം, അല്ലെങ്കിൽ അവരുമായി നമ്മളെന്തെങ്കിലും നന്മയിൽ സഹകരിക്കാം. നന്മയിൽ സഹകരിക്കൽ എന്നുള്ളത് ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനപരമായ ഒരു നിയമമാണ്. ആ നന്മയിൽ സഹകരിക്കൽ എന്ന് പറയുന്നത് എന്താണ്? അതാരോടുമാകാം. പക്ഷേ നന്മയിൽ സഹകരിക്കൽ എന്ന് പറയുന്നത് അവരെ കൂടി അവരെപ്പോലെ ആവലല്ലോ. അപ്പോൾ അതും കൂടി മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് നല്ല രാഷ്ട്രീയപരമായ കാഴ്ചപ്പാട്, നല്ല ഉത്ബുദ്ധത, രാഷ്ട്രീയപരമായ ഒരു പൊളിറ്റിക്കൽ ലിറ്ററസി, നല്ല ദീനീബോധം. അള്ളാഹുവിൻ്റെ ദീൻ പരിശുദ്ധമാണ്, പവിത്രമാണ്, കാലികമാണ്, സാർവലൈംഗികമാണ്, യുക്തിഭദ്രമാണ്. ഈ ദീന് ഒഴിവാക്കിയിട്ട്, അല്ലെങ്കിൽ ക്രമേണ ഈ ദീൻ നമ്മൾ ഒഴിവാക്കുന്ന, ഈ ദീൻ നമ്മൾ മാറ്റി നിർത്തിക്കൊണ്ട് മെല്ലെ നമ്മുടെ മൂല്യങ്ങളോട്, നമ്മുടെ ഖുർആനും സുന്നത്തിൻ്റെ കൽപ്പനയോട് വിരോധമുണ്ടാക്കിയെടുക്കുന്നുണ്ട്. എത്രയോ യുക്തിവാദികളായ മുസ്ലിമുകളുണ്ട്, എത്രയോ കമ്മ്യൂണിസ്റ്റുകാരായ മുസ്ലിമുകൾ അവർ ഇസ്ലാമിൻ്റെ നിയമങ്ങൾക്ക് എതിർക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ്? മെല്ലെ അവരെ ഇസ്ലാമിനെ അവർ മാറ്റിയെടുത്തു. ഖുർആൻ ചോദിക്കുന്നു, ഇങ്ങനെയുള്ള ഒരു മുസ്ലിമിൻ അഫഹുക്കുമൽ ജാഹിലിയത്തി യബ്ഗൂൻ. അവർക്ക് ഈ ജാഹിലി കൺസെപ്റ്റ്, ഈ ജാഹിലി അല്ലെങ്കിൽ വിവരമില്ലായ്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തിന് പിന്നിൽ പോകേണ്ടതുണ്ടോ? ഖുർആൻ പല സ്ഥലത്തും ജാഹിലി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹിനെപ്പറ്റി ലന്നുൽ ജാഹിലിയ, അള്ളാഹിനെപ്പറ്റിയുള്ള ശരിക്കും വിവരമില്ലായ്മ, അത് ജാഹിലിയത്താണ്. അതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനയെപ്പറ്റി ശരിക്കും ബോധമില്ലാതെ മറ്റ് മതങ്ങളിൽ നിന്നിട്ടും മറ്റ് പ്രത്യയശാസ്ത്രങ്ങളിൽ നിന്നിട്ടും കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ട്, ഹുക്കം സ്വീകരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ സോവറിറ്റി പവറിൽ, അള്ളാഹുവിൻ പവറാണ് ഒരു കാര്യം ഇന്ന് ചെയ്യണം ഇന്ന് ചെയ്യേണ്ട എന്ന് കൽപ്പിക്കാനുള്ള അധികാരം, അതിൽ കൈകടത്തിക്കൊണ്ടുള്ള ജാഹിലി കൺസെപ്റ്റിൽ
നിങ്ങൾ ഭാഗവാക്കാവുകയാണോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഒരിക്കലും ജാഹിലി കൺസെപ്റ്റിൽ നമ്മൾ ഭാഗവാക്കാവാതെ സഹകരിക്കേണ്ട മേഖലയിൽ സഹകരിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾ നമ്മുടെ മതപരമായിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ ചേരണമെന്നല്ല പറഞ്ഞു വരുന്നത്. നിഷ്പക്ഷമായി നിൽക്കാമല്ലോ. നമ്മുടെ സാമുദായിക പാർട്ടി ഒരിക്കലും നമ്മൾ പറയുന്നത് സാമുദായിക പാർട്ടി ആരെക്കാൾ നല്ലത് ആയി തോന്നുന്നു അവർ ചേർന്നോട്ടെ. ഈ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത പറയുമ്പോൾ അപ്പോൾ സാമുദായിക പാർട്ടി രാഷ്ട്രീയ അജണ്ട എന്നൊന്നും ചിന്തിക്കേണ്ട. മറിച്ച് നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ഈമാൻ അത് സലാമത്താക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ, നമ്മുടെ ഇസ്ലാം, നമ്മുടെ സിറാത്തുൽ മുസ്തഖീം ഉറച്ചു നിൽക്കുന്ന ജീവിക്കേണ്ടതുണ്ട്. അതേ സ്ഥലത്ത് ആവശ്യമുണ്ടെങ്കിൽ മതേ സ്വഭാവത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ പങ്കെടുക്കാം, നന്മയിൽ സഹകരിക്കാം. അതാണ് ഒരു മുസ്ലിം ഉണ്ടാവേണ്ട രാഷ്ട്രീയ ബോധം. ഇൻഷാ അല്ലാഹ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി യഥാർത്ഥ ലക്ഷ്യബോധത്തോട് മുന്നേറുന്ന നല്ല കാഴ്ചപ്പാടുള്ള നല്ല രാഷ്ട്രീയ ബോധമുള്ള മുസ്ലിമായി ജീവിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.